പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 4-ലെ പേജ് നമ്പർ 93-ലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചിഞ്ചു ലിസ്റ്റഡ് ദ വേരിയസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് പാസ്ഡ് അക്രോസ് ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഫ്രോം 9 AM to 10 AM. അപ്പോൾ ചിഞ്ചുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ക്രോസ് ചെയ്യുന്ന വാഹനങ്ങളുടെ ലിസ്റ്റാണ് അവൾ എടുത്തിട്ടുള്ളത്. 9 AM തൊട്ട് 10 AM വരെയുള്ള ടൈമിൽ പാസ് ചെയ്യുന്ന വേരിയസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ ലിസ്റ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കുറേ ഉണ്ട്. ഇതാ നോക്കിയാൽ ബൈക്ക്, കാർ, ബൈസൈക്കിൾ, ഓട്ടോറിക്ഷ, സ്കൂട്ടർ, ഇങ്ങനെ കുറേ പേരുകൾ നമുക്ക് തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഫോർ ദി ഡേറ്റ. ഇത് വെച്ചിട്ട് നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കോളംസ് വരിക? ഫസ്റ്റ് കോളം മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, സെക്കൻഡ് കോളം ടാലി മാർക്ക്, തേർഡ് കോളം ഫ്രീക്വൻസി. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമുക്ക് വരയ്ക്കാം. നമ്മുടെ ഫസ്റ്റ് കോളം മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, സെക്കൻഡ് കോളം ടാലി മാർക്സ്, തേർഡ് കോളം ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? നമ്പർ അല്ലേ? നമ്പർ ഓഫ് ട്രാൻസ്പോർട്ട്സ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ബൈക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ എഴുതുക ബൈക്ക്. ഇനി ടാലി മാർക്സ് ആണ് വേണ്ടത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പം ടാലി മാർക്സ് വരയ്ക്കുന്നത് നമുക്കറിയാം. 1 2 3 4 4 ലൈൻ വരച്ചിട്ട് അഞ്ചാമത്തേന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 4 എണ്ണത്തെ കട്ട് ചെയ്തിട്ടാണ് അഞ്ചാമത്തേത് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കിത് 5 ആണെന്ന് എളുപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ 5 എണ്ണം ആദ്യം എടുക്കുക. 1 2 ബാക്കി 3 4 5 എണ്ണം കട്ട് ചെയ്തിട്ട് നിങ്ങളിവിടെ ആദ്യം മാർക്ക് ചെയ്യുക. 1 2 3 4 5. ഇനി അടുത്തത് 1 2 3 4 5. അപ്പോൾ 1 2 3 4 5. ഇനി ഇവിടെ 1 2 3. അപ്പോൾ 1 2 3. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എത്ര ആയിരിക്കും? 5 + 5 10, 10 + 3 13. ഇനി അടുത്തത് എന്താ? അടുത്തത് കാർ. കാറും ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യുക. 1 2 3 4 5. 1 2 3 4 5. ഇനി ഇവിടെ കാറിൻ്റെതുണ്ടോ? ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ 1 കൂടെ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 5 + 1 6 ആണ് ഫ്രീക്വൻസി. ഇനി അടുത്തത് ബൈസൈക്കിളാണ്. 1 2 3 4 5 6 7 8 എണ്ണമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് കട്ട് ചെയ്തിടുക കേട്ടോ. 1 2 3 4 5 6 7 8. ഇനി അടുത്തത് എന്താണ്? ഓട്ടോറിക്ഷ. അപ്പോൾ ഞാനിവിടെ ഓട്ടോ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. അത് 1 2 3 4 5 6 7 8 എണ്ണമാണുള്ളത്. ഇവിടെ 8 എണ്ണം വരയ്ക്കുക. 1 2 3 4 5 6 7 8. ഇനി അടുത്തത് സ്കൂട്ടർ. 1 2 3 4 5 6 7 8 9.
സ്കൂട്ടർ 9 എണ്ണമാണ്. അപ്പോൾ 1 2 3 4 5 6 7 8 9. ഇനി അടുത്തത് എന്താ നമുക്കുള്ളത്? ഇനി നമുക്ക് ബസ്സുണ്ടല്ലേ. അടുത്തത് ബസ്. ബസ് 1 2 3 4. ബസ് 4 ആണ്. അപ്പോൾ 1 2 3 4. ഇനി ലാസ്റ്റ് വൺ ബുള്ളോക്ക് കാർട്ട്. അത് 1 വേറെ ഉണ്ടോ? ഇനി ഇവിടെ ഉണ്ടല്ലേ 2. അത് 2. അപ്പോൾ നിങ്ങൾ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ബുള്ളോക്ക് കാർട്ട് 2. ഇങ്ങനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുന്നത്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ടാലി മാർക്ക്, ഫ്രീക്വൻസി. എന്നിട്ട് ടാലി മാർക്ക് വരയ്ക്കുന്നത് 4 ലൈൻ വരച്ചിട്ട് 5ാമത്തത് 4 എണ്ണത്തിനെ കട്ട് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, വിച്ച് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് വാസ് യൂസ് ദ മോസ്റ്റ്? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ട്രാൻസ്പോർട്ട് ഏതാണ്? ഇവിടെ നോക്കിയിട്ട് നമുക്ക് പറയാമല്ലോ ഏതാണ് ഏറ്റവും കൂടുതൽ. 13 ആണ്. അപ്പോൾ ഏതാണ്? ബൈക്കാണ് അല്ലേ. അടുത്തത്, ഇഫ് യു വെർ ദർ ടു കളക്ട് ദിസ് ഡേറ്റ ഹൗ കുഡ് യു ഡു ഇറ്റ്? റൈറ്റ് ദ സ്റ്റെപ്പ് ഓർ പ്രോസസ്. അപ്പോൾ ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളായിരുന്നു എങ്കിൽ നമ്മൾ ഇതെങ്ങനെ ചെയ്യുമായിരുന്നു? അതിൻ്റെ സ്റ്റെപ്സ് എഴുതാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തേനെ? ആദ്യം നമ്മൾ നമ്മുടെ നോട്ട്ബുക്കിൽ വേരിയസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ നെയിം നമ്മൾ എഴുതും ഇല്ലേ? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റെപ്പ് 1 നമുക്ക് എഴുതാം. നോട്ട് ഡൗൺ ദ നെയിം ഓഫ് വേരിയസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ദി നോട്ട്ബുക്ക്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ആദ്യം നമ്മൾ വേരിയസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ നെയിം എഴുതി. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് 9 AM തൊട്ട് 9 AM-നും 10 AM-നും ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടുകളെ നമ്മൾ വാച്ച് ചെയ്യും. അപ്പോൾ സ്റ്റെപ്പ് 2 അതാണ്. അപ്പോൾ ഞാൻ എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങളത് കേട്ടിട്ട് എഴുതിക്കുക കേട്ടോ. ബിറ്റ്വീൻ 9 AM to 10 AM വാച്ച് ദ ഡിഫറെൻറ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് പാസിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹൗസ്. അതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് 3 എന്താണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്തായിരുന്നു? ട്രാൻസ്പോർട്ടിൻ്റെ പേരെഴുതിയായിരുന്നു അല്ലേ? ആ പേരിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഓരോന്നിൻ്റെ നമ്പർ എഴുതും. എത്ര എണ്ണം വെച്ച് പാസ് ചെയ്തു എന്നുള്ള നമ്പർ എഴുതും. അതാണ് സ്റ്റെപ്പ് 3. റൈറ്റ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദർ നെയിം. ഓരോന്നിൻ്റെയും നെയിമിൻ്റെയും നേരെ നമ്മൾ എന്ത് ചെയ്യും? എത്ര നമ്പർ വെച്ച്, അതായത് എത്ര എണ്ണം വെച്ച് പാസ് ചെയ്തു പോയി എന്നുള്ളത് നമ്മൾ എഴുതും.